ചുരൽമലയിൽ നിന്ന് ഫൈസൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, മരണസംഖ്യ ഉയർന്നിരിക്കുന്നു, 338 എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഫൈസൽ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടെ ഈ തെരച്ചിൽ ഏതുവിധം നടക്കുന്നുണ്ട്? ഇന്ന് എത്ര മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഈ സന്നദ്ധ പ്രവർത്തകർക്ക് കഴിഞ്ഞു? അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ മരണസംഖ്യ ഓരോ ദിവസവും വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആകെ സ്ഥിരീകരിച്ചത് 338 മരണങ്ങളാണ്. അതിൽ മരിച്ചവരുടെ എണ്ണം 205, ബാക്കി 133 ശരീരഭാഗങ്ങളാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അമൃത, ഇന്ന് രാവിലെ മുതൽ ഇന്നലെ മന്ത്രി സൂചിപ്പിച്ചത് പ്രകാരം 6 സെക്ടറുകളിലായി തിരിഞ്ഞുകൊണ്ടായിരുന്നു ഒരു തിരച്ചിൽ നടത്തിയിരുന്നത്. ആ ഒരു സെക്ടറിൽ നിന്നല്ലേ ഊർജിതമായിക്കൊണ്ട് ശ്രമങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തിരച്ചിൽ ഊർജിതമായി ഇപ്പോഴും തുടരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. ഇന്നത്തെ മൃതദേഹങ്ങളെല്ലാം കിട്ടിയത് ചൂരൽമല സ്കൂൾ പരിസരത്ത് നിന്നാണ്. 3ഓളം മൃതദേഹങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടി. ഡോഗ് സ്ക്വാഡിന്റെ പരിശോധന കൃത്യമായിരുന്നു. ഡോഗ് കൃത്യമായി ആ സ്ഥലത്ത് അതിനൊരു സിഗ്നൽ കൊടുക്കുകയും ആ സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് ഈ ഭാഗങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് പടവെട്ടിക്കുന്നിൽ ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താൻ രക്ഷാദൗത്യത്തിന് കഴിഞ്ഞു. ആ ഒരു ഭാഗത്ത് തുടങ്ങുന്ന ഭാഗത്തും ഭീകരമായി ഈ ഒരു ഉരുൾപൊട്ടൽ വന്ന് അടിഞ്ഞ അല്ലെങ്കിൽ ആദ്യം വന്ന് ഇടിച്ച ആ ഒരു ഭാഗമുണ്ട്. പടവെട്ടിക്കുന്ന് തുടങ്ങുന്ന ആ ഒരു ഭാഗത്ത് അതിന്റെ മുകൾ ഭാഗത്തേക്കുള്ള വീടുകളൊന്നും തകരാറിലായിരുന്നില്ല. എന്നാൽ ഈ ഒരു തുടങ്ങുന്ന ഭാഗത്ത് ഒരു ഭാഗത്ത് ഇന്ന് കുറച്ചുകൂടി തിരച്ചിൽ നടത്തിയിരുന്നു. അവിടെ ചില ആളുകൾ ഉണ്ടെന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ എന്നാൽ ആ ഒരു ഭാഗത്ത് ഒന്നും അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. എന്നാലും ആ ഭാഗത്ത് ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ട്. എല്ലാം കാലാവസ്ഥ അനുകൂലമാണ്. കൃത്യമായുള്ള പരിശോധനകൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഊർജിതമായിക്കൊണ്ട് എല്ലാ ഭാഗത്തും ടീമുകൾ തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമല സ്കൂൾ റോഡിലാണ്. ഈ ഭാഗത്തെ കാഴ്ച നമുക്ക് വളരെ കാണുന്നത് അപ്പുറമാണ്. പല വീടുകളിലും പലതരത്തിലുള്ള കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണുന്നത്. അമൃത. ഫൈസൽ, ഈ 15 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ തെരച്ചിലെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇന്ന് അത് തന്നെയാണ് നടക്കുന്നതും. ഈ ഡോഗ് സ്ക്വാഡ് കണ്ടെത്തിയ ഈ സ്ഥലങ്ങളിൽ നിന്ന് തന്നെയാണോ ഇന്നിപ്പോൾ മൃതദേഹവും കിട്ടിയിരിക്കുന്നത്? അതെ അമൃത, ഡോഗ് സ്ക്വാഡ് നൽകിയ സിഗ്നൽ പ്രകാരമാണ് പരിശോധന ഇന്ന് നടത്തിയിരുന്നത്. ആ നടത്തിയ പരിശോധനകളിലെല്ലാം തന്നെ പല ഭാഗങ്ങളിൽ നിന്നും മൃതദേഹങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുമുണ്ട്. രാവിലെ മുതൽ തന്നെ പരിശോധന ആരംഭിച്ചിരുന്നു. ഇന്ന് രാവിലെ ശക്തമായ മഴ ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ആ ഒരു സമയത്ത് വെല്ലുവിളി ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടി കാലാവസ്ഥ അനുകൂലമാകുന്ന ഒരു സാഹചര്യം പിന്നീടുണ്ടായി. മഴ മാറി നിന്നു. ശാന്തമായ ഒരു കാലാവസ്ഥ പിന്നീട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് വളരെ വൈകാതെ തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുകയായിരുന്നു. ആ ഒരു ഭാഗത്ത് ആദ്യം സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പരിശോധന നടത്തിയിരുന്നത്. ഈ ഭാഗങ്ങളിൽ നിന്ന് ഡോഗ് സ്ക്വാഡ് പല സിഗ്നലുകളും പലതരത്തിലുള്ള സിഗ്നലുകളും ആ ഡോഗ് സ്ക്വാഡിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഭാഗത്ത് നടത്തിയ തിരച്ചിലിൽ മാത്രമാണ് നമുക്കിന്ന് മൃതദേഹങ്ങൾ കിട്ടിയത്. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഊർജിതമായിക്കൊണ്ടുള്ള തിരച്ചിൽ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി.